നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടിലും മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഡി എം കെ. ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട് സർക്കാർ കേരളത്തെയും INDA മുന്നണിയെയും കോൺഗ്രസ് പാർട്ടിയെയും ഒക്കെ നൈസായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കെങ്കിലും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകും. ഇപ്പോൾ കേരള സർക്കാർ നേരത്തെ നമ്മുടെ ഡൽഹിയിലൊക്കെ പോയിട്ടൊരു സമരം നടത്തി. കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണ്, ആവശ്യത്തിന് ഫണ്ടൊന്നും തരുന്നില്ല, കേരളത്തിനോട് വിവേചനം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ സനാതന ധർമ്മത്തെക്കുറിച്ച് മോശം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാലിന്റെ മകൻ പറയുന്നു, രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് രഹസ്യമായിട്ട് മോഡിയുമായിട്ട് ധാരണ ഉണ്ടാക്കി എങ്ങനെയൊക്കെ സംസ്ഥാനത്ത് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരികയാണ് തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കെങ്കിലും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം കാണും. നമ്മളെ കേരളത്തേക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് സൗത്ത് സ്റ്റേറ്റുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് DMKയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് വലിയ മുന്നേറ്റമൊക്കെ നടത്തുകയാണ്. പക്ഷേ ഇതിൽ എത്രത്തോളമാണ് വാസ്തവമുള്ളത്? നമ്മൾ കാണാത്ത കുറേയേറെ വസ്തുതകൾ ഇതിന്റെ പിന്നിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്തിൽ ISROയുടെ ഒരു പുതിയ കേന്ദ്രത്തിന് തറക്കല്ലിട്ടിരിക്കുകയാണ്. 986 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന ഈ പുതിയ ഇസ്രോ കേന്ദ്രത്തിൽ പ്രതിവർഷം 24 വിക്ഷേപണങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ തമിഴ്നാട് മാത്രമല്ല ഈ ഒരു പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ളത്. പക്ഷേ തമിഴ്നാടിനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. കൂടംകുളം ആണവ പദ്ധതിയും തമിഴ്നാട്ടിലാണ്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട കുറച്ച് മെഗാ പ്രോജക്റ്റുകൾ കൂടി നമ്മൾ അറിയണം. ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ മെഗാ പ്രോജക്റ്റാണ്. ചെന്നൈ പെരിഫറൽ റിംഗ് റോഡ് മറ്റൊരു പ്രോജക്റ്റാണ്. നാഗപട്ടണം തൂത്തുക്കുടി ഹൈവേ മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. ചെന്നൈ മെട്രോ ഫേസ് 2 അതും മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. സൂറത്ത് ചെന്നൈ എക്സ്പ്രസ് വേ മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. ഹോസൂർ വിമാനത്താവളം ഇതും മറ്റൊരു വമ്പൻ പ്രോജക്റ്റാണ്. ബാംഗ്ലൂർ ഹോസൂർ ഇന്റർസ്റ്റേറ്റ് മെട്രോ എപ്പിടി ഇருக்கு അല്ലേ, മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. ചിറ്റൂർ തച്ചൂർ എക്സ്പ്രസ് വേ മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. DLF ഡൗൺ ടൗൺ ചെന്നൈ മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. ചെന്നൈ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ മറ്റൊരു മെഗാ പ്രോജക്റ്റാണ്. ചെന്നൈ സീ ബ്രിഡ്ജ് പ്രോജക്റ്റ് അതും മറ്റൊരു പ്രോജക്റ്റാണ്. അതുപോലെ തമിഴ്നാടു ഡിഫൻസ് കോറിഡോർ വലിയൊരു മെഗാ പ്രോജക്റ്റാണ്. ചെന്നൈ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, ചെന്നൈ മെഗാ സ്പോർട്സ് സിറ്റി എന്ന് വേണ്ട തമിഴ്നാട്ടിനും കർണാടകയിലുമാണ് ഒരുപക്ഷെ നമ്മുടെ സൗത്തിൽ ഏറ്റവും അധികം സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന ശ്രീലങ്കയുമായിട്ടുള്ള ഒരു റോഡ് റെയിൽ ഗതാഗത മാർഗം ഒരുപക്ഷെ ഭാവിയിൽ സാധ്യമാകും. അത്തരമൊരു സാധ്യത കൂടി ശ്രീലങ്കൻ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും ചേർന്ന് പരിശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി. അതായത് പുരാതനമായ രാം സേതു മാതൃകയിൽ ശ്രീലങ്കയും ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന കരമാർഗമുള്ള ഒരു യാത്രാ സംവിധാനം, ഒരു ഗതാഗത സംവിധാനം അതും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനൊക്കെ അപ്പുറം ഞാനിതിൽ പറയാത്ത മെഗാ പ്രോജക്റ്റുകൾ എത്രയോ സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത് മാത്രമല്ലേ ഉള്ളൂ, ഇനി കൂടുതലൊന്നും ഉണ്ടാവില്ല എന്ന്. ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയാണ്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. അതിനകത്ത് തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 6.64 ലക്ഷത്തിന്റെ പ്രപ്പോസലാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇത്രത്തോളം തമിഴ്നാട്ടിൽ വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് സ്റ്റാലിന്റെ മിടുക്കൊണ്ടാണെന്ന്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ കരുതാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ, മോദിയുടെ അനുഗ്രഹവും ആശിസും ഇല്ലാതെ ആരെങ്കിലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമോ? ഏതെങ്കിലും കമ്പനി? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ആപ്പിൾ അടക്കമുള്ള മുൻനിര കമ്പനികൾ, ലോകത്തെ മുൻനിര ചിപ്പ് നിർമ്മാതാക്കൾ അടക്കം തമിഴ്നാട്ടിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നത്. തമിഴ്നാട്, ഗുജറാത്ത്, ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന സ്റ്റേറ്റുകൾ. പിന്നെ ഈ പറയുന്ന കർണാടകം, മഹാരാഷ്ട്രയൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു 4-5 സ്റ്റേറ്റ് ആണ് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 6.64 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മാത്രം വന്നിരിക്കുന്നത്. ഇതും കൊണ്ടും തീർന്നില്ല. കഴിഞ്ഞ 4 വർഷം കൊണ്ട് $10 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതെങ്ങനെ? സ്റ്റാലിനോടുള്ള പ്രിയം കൊണ്ടാണോ വരുന്നത്? ഒരിക്കലുമല്ല അല്ലേ. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ ഒരിക്കലും അത് സാധ്യമാവില്ല. അപ്പോ നരേന്ദ്രമോദിയുടെ പിന്തുണയോട് കൂടിയാണ് തമിഴ്നാട്ടിൽ ഈ ഇൻവെസ്റ്റ്മെന്റും ഡെവലപ്മെന്റ്സും എല്ലാം തന്നെ നടക്കുന്നത്. ഇനിയാണ് പ്രസക്തമായ ചോദ്യം. ഈ സൗത്ത് സ്റ്റേറ്റുകളെ അവഗണിക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം ഇന്ന് ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന ഡെവലപ്മെന്റ്സ് വേറെ ലെവലാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപ സാധ്യതകൾ ഏറ്റവും അധികം പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളത് വടക്കൻ ഇന്ത്യയിലാണ്. കാരണം
നമുക്കറിയാം ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകൾ, ഗുജറാത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യ കൂടുതലുള്ള സ്റ്റേറ്റുകളാണ്. മാത്രമല്ല ഡെവലപ്ഡുമാണ്. പുതിയ പുതിയ ഹൈവേകളും എക്സ്പ്രസ് വേസും ഒക്കെ ഓൾറെഡി ഉണ്ട്. തമിഴ്നാടിനേക്കാൾ ഡെവലപ്പ് ആയിട്ടുള്ള എത്രയോ സ്റ്റേറ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ എന്നിട്ടും നിക്ഷേപം സൗത്തിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഈ സൗത്ത് സ്റ്റേറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും അധികം സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റ് തമിഴ്നാട് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം അവിടെയുള്ള ആൾക്കാർ ഹാർഡ് വർക്കിംഗ് ആണ്. ഓൾറെഡി അവിടെയുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് അറിയാം. അപ്പൊ കർണാടകയും നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. സൗത്ത് സ്റ്റേറ്റുകൾ എടുക്കുമ്പോൾ തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന എക്കണോമിക് ഗ്രോത്ത് ഉള്ള സ്റ്റേറ്റുകളാണ്. നോക്കൂ, നമ്മളെ മലയാളികളെ, കേരളത്തെ, നമ്മുടെ സർക്കാരിനെ ഈ സൗത്തിലെ മറ്റ് സ്റ്റേറ്റുകളും അവിടുത്തെ പാർട്ടികളും ഭരണാധികാരികളും ചേർന്ന് പറ്റിക്കുകയല്ലേ? കാരണം അവർ കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? മാക്സിമം അവരുടെ സ്റ്റേറ്റിൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരികയാണ്. നമ്മുടെ സർക്കാരിനെ അതിനൊട്ട് അനുവദിക്കുന്നുമില്ല. അത് ഇവിടുത്തെ ജനങ്ങളും സമ്മതിക്കുന്നില്ല, ഈ പറയുന്ന മറ്റുള്ള അയൽ സംസ്ഥാനങ്ങളും സമ്മതിക്കുന്നില്ല. നോക്കൂ, ഇപ്പൊ കേരളത്തിലെ സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുമാത്രം ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇനി പിണറായി വിജയന്റെ ഗവൺമെന്റ് എങ്ങാനും മോദി ഗവൺമെന്റുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ ഉടനെ പിണറായി വിജയനെ പിടിച്ച് സംഖ്യയാക്കി കളയും നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ കുറേയേറെ ജനങ്ങൾ. അത് കണ്ടില്ലേ, മോദിയുമായിട്ട് വേദി പങ്കിടുന്നു, മോദിയുമായിട്ട് ചായ കുടിക്കുന്നു, മോദിയെ കാണുമ്പോൾ ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കോമഡി ഉണ്ടായി. നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ ചീഫ് മിനിസ്റ്ററും ഒരേ വേദിയിൽ ഒരേ സ്ഥലത്ത് വന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന്, അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കി ഒന്ന് ചിരിക്കാൻ മടിയാണ്. കഴിഞ്ഞ ദിവസം കുറെ ട്രോളൊക്കെ വന്നു കേട്ടോ. ഇപ്പൊ നിരന്തരം പിണറായി വിജയനെ വിമർശിക്കുന്ന കുറെ പേരൊക്കെ പറഞ്ഞു അദ്ദേഹം ചിരിക്കുക പോലും ചെയ്തിട്ടില്ല, ഒട്ടും തൃപ്തനല്ല എന്ന്. സത്യം പറയട്ടെ, അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ചിരിക്കാത്തത് ഈ നാട്ടിലെ ജനങ്ങളെ പേടിച്ചിട്ടാണ്. എങ്ങാനും അദ്ദേഹം ചിരിച്ചു പോയാൽ ആ ഒരൊറ്റ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഇവിടെ കേരളത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് മൊത്തം പ്രചരിപ്പിക്കും. പിണറായി വിജയന് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റുമായിട്ട് എന്തോ ഒരു രഹസ്യ ധാരണയുണ്ട്, രഹസ്യ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കും. അതുകൊണ്ട് ആ മനുഷ്യന് ചിരിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. അതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒക്കെ ഒരു പങ്കുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ആ തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിപ്പോയി. അപ്പൊ ഇതാണ് അവസ്ഥ നമ്മുടെ നാട്ടിലെ. പക്ഷെ നമ്മൾ നോക്കൂ, ഒരു വശത്ത് നമ്മുടെ സ്റ്റാലിൻ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ മകനെ കൊണ്ട് വിമർശിപ്പിക്കുന്നു. മറുവശത്തു കൂടി മോദിയുമായിട്ട് അണ്ണാ തമ്പി എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കൈയും കൊടുത്തിട്ട് കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മോദിയുമായിട്ടൊരു ടൈപ്പിലാണ് അവരുടെ സ്റ്റേറ്റ് പോകുന്നത്. ഇനി കർണാടകത്തിലേക്ക് പോകൂ. കുറെ പേര് DK ശിവകുമാറിനെ വലിയ സംഭവമായിട്ടൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും അടക്കമുള്ള കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വം നരേന്ദ്രമോദി ഗവൺമെന്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. നോക്കൂ, സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റുകളും തമ്മിൽ പരസ്പരം ഏകീകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിന്നാൽ ഒരിക്കലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കോമഡി. ഇനി സൗത്ത് സ്റ്റേറ്റിലെ മിടുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ മലയാളികളെ വലിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഇവരെ നമ്മളെ വിളിക്കും, നിങ്ങൾ വരൂ നമുക്ക് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കും. നമ്മളെയും കൊണ്ട് ഡൽഹിയിൽ പോയിരുന്നു വേണമെങ്കിൽ സമരം ചെയ്യും. നമ്മുടെ MP മാരെ MLA മാരെ ഒക്കെ നിർത്തി അവർ സമ്മേളനം നടത്തും, യോഗങ്ങൾ നടത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കുറെ പ്രസംഗമൊക്കെ അങ്ങ് നടത്തും. മോദിക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ഫാസിസം എന്നൊക്കെ നാഴിക്ക് 40 തൊട്ട് വച്ചങ്ങ് കാച്ചും. ഇതെല്ലാം കഴിഞ്ഞ് കുറെ കയ്യടിയൊക്കെ കിട്ടിയിട്ട് നേരെ പൊടിയും തട്ടി പോകുന്നത് എവിടെയാണ്? ഡൽഹിക്കാണ്. രഹസ്യമായിട്ട് പോയി മോദിയെ കാണും. അണ്ണാ, ഞാൻ ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമ്മളൊന്ന് ഗൗരവത്തിൽ എടുത്തേക്കരുത്, ഒരു തമാശയ്ക്കുള്ള പരിപാടിയാണ്, ജീവിച്ചു പോകണം, വയറ്റിപ്പഴപ്പാണ്, അപ്പൊ ഇനി വല്ലതൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടേക്കണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അവരുടെ സ്റ്റേറ്റിലേക്ക് ആവശ്യം പോലെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരികയും ചെയ്യും. അപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ അണ്ണാച്ചിമാരുടെ പരിപാടി അതാണ്, നമ്മുടെ DMKയുടെ പരിപാടി അതാണ്. അത് തന്നെയാണ് നമ്മുടെ കർണാടക സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളമാകട്ടെ, കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള നമ്മളെല്ലാം കേന്ദ്രത്തിനെതിരെ നമുക്ക് സമരം ചെയ്യണം, ഡൽഹി പോകണം, നമുക്ക് ഒന്നിച്ച് സമരം ചെയ്ത് ഇന്ത്യയെ നമുക്ക് രക്ഷിക്കണം. ഇവിടെ ചിലരൊക്കെ സൗത്ത് ഒരു പുതിയ രാജ്യമായിട്ട് മാറണം. ഈ അടുപ്പ് കൂട്ടി ചർച്ചയിലൊക്കെ വൈകിട്ട് വന്നിരുന്നിട്ട് സൗത്ത് സ്റ്റേറ്റുകളുടെ ഒരു രാജ്യം ഉണ്ടായെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയനെ, നമ്മുടെ GDP അങ്ങ് ആനയും ചേനയും ആയനെ, നമുക്ക് GST ഒക്കെ നമുക്ക് മാത്രം നിന്നാൽ പോരെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങൾ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിഴക്കമ്പലത്തെ നിങ്ങളൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ GDP പ്രഖ്യാപിച്ച് എങ്ങനെ നോക്കിയാൽ ഒരു $10,000 വരുമെന്ന് അവരും പറയും. അപ്പോൾ ഇതിപ്പോൾ ആർക്കും പറയാം. ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും പറയാം, എൻ്റെ പഞ്ചായത്തിൽ നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഇതൊരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയാം. അത്ര ലാഘവമേ അതിന് ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം സൗത്തിലൊരു 4-5 സ്റ്റേറ്റ് ഡെവലപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുകാർ പറയും ഞങ്ങൾക്കൊരു രാജ്യമാവണം, ഞങ്ങൾ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്നതാണ്, നമുക്കൊരു രാജ്യമാവണമെന്ന് തിരുവനന്തപുരത്തുകാരും പറയും. ഇങ്ങനെയൊക്കെയാണ് പലരും ഇവിടെ ചർച്ചകൾ നടത്തുന്നത്. സൗത്തിന് വേണ്ടി ഒരു കൊടി ഉണ്ടാക്കുക, സൗത്തിന് വേണ്ടി ഒരു പാട്ടുണ്ടാക്കുക,
ഇതൊക്കെ ഇവിടെ ചർച്ച നടക്കുമ്പോൾ അത് മലയാളികളാട്ടോ, നമ്മളിവിടെ ഇരുന്നങ്ങ് ചർച്ചിച്ച് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഘോര പ്രസംഗം നടത്തുമ്പോൾ MK സ്റ്റാലിനും സിദ്ധരാമയ്യരും നമ്മളെ DK ശിവകുമാറും YSRലെ ജഗൻമോഹൻ റെഡ്ഡിയും എല്ലാം കൂടെ നേരെ എവിടേക്കാണ് പോകുന്നത്? മോദിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് അവർ സെൻട്രൽ ഗവൺമെൻറ്റുമായി ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു. നമ്മളിവിടെ ഗോവി അടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിനകത്തുള്ള വസ്തുത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.